ഞാൻ ഈ 40 കൊല്ലം അച്ഛനെന്ന് പറഞ്ഞില്ലേ, വീട്ടിലും നല്ല വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഉള്ള വീടാണ്. അപ്പം ചെറിയ വീടാണെങ്കിലും ഈ പറഞ്ഞ ദൈവമുണ്ട് അവിടെ. കാര്യം ഞങ്ങൾ അച്ഛനും 2 പേര് ശുശ്രൂഷകരായിട്ട് വീട്ടിൽ നിന്ന് വന്ന്, ഞാനും എൻ്റെ ചേച്ചി കന്യാസ്ത്രീ. അപ്പം എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഭവനത്തിൽ നിന്നിങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവ തിരുസന്നിധിയിൽ നിന്ന് ഇപ്പം 40 കൊല്ലം കൂടി പൗരോഹിത്യ ജീവിതം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ഞാൻ പറയും ദൈവത്തിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാനിരിക്കണമെന്ന്. പിന്നെ എങ്ങനെ നിങ്ങൾ പറഞ്ഞ കാറ്റഗിസം 10ാം ക്ലാസ് വെച്ച് അവസാനിപ്പിക്കണത്? യു ഡോണ്ട് നീഡ് ഗോഡ്. അതല്ലേ പ്രശ്നം. നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമില്ല. നിങ്ങളുടെ പല പരിപാടി ജഡികമായ കാര്യങ്ങൾക്ക് ദൈവത്തിനെ കൊണ്ട് നടന്നാൽ ശരിയാകാത്തത് മനസ്സിലാകുമ്പോഴാണ് ചില ആൾക്കാർ പിള്ളേരെപ്പോലും വേദപാഠത്തിൽ പിടിയത്തില്ല. ഏറ്റവും വലിയ ക്രൈമാണ്. ഇപ്പം തൂഫാനൊക്കെ നാട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്, അതിന് ജനത്തിൻ്റെ സപ്പോർട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ പിന്നോട്ട് പോകരുത്. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ജനം അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഇത് അണ്ടേ കൊണ്ട് വളം വെക്കണ പരിപാടിയാണ്. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ചൊട്ടക്ക് തന്നെ വളം വെക്കണം. അവരുടെ മാതാപിതാക്കന്മാരുടെ കയ്യിലാണ് കുഞ്ഞുങ്ങളിരിക്കുന്നത്. നിങ്ങളല്ലേ ആരെയും കെട്ടിയാണ് വളർത്തുന്നത്. 3 ദിവസം 3 വയസ്സാകുമ്പോഴല്ലേ പള്ളി കൊണ്ടുവരണത്. കുറിച്ചൊക്കെ വരപ്പിക്കണമെന്ന് 4 വയസ്സിലല്ലേ. അതുവരെയും നിങ്ങളുടെ കൂടെയാണ് കുഞ്ഞുങ്ങളുള്ളത്. അതിന് ശേഷവും നിങ്ങളുടെ കൂടെ തന്നെ കുഞ്ഞുങ്ങളുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന പ്രായത്തിൽ കർത്താവിൻ്റെ ചൈതന്യം അവർക്ക് കൊടുക്കുക. അത് നമുക്ക് ബാധ്യസ്ഥരാണ്. വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താമെന്നും മാതാപിതാക്കന്മാർ തമ്മിൽ മരണം വരെ വേർപിരിയാതിരിക്കാമെന്നും നിങ്ങൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് സഭ നിങ്ങളെ കൂതാശയിച്ച് വിവാഹിതരാക്കിയെന്ന് ഓർക്കണം. ആ ഉത്തരവാദിത്തം എടുത്തില്ലെങ്കിൽ ആ വിവാഹത്തിൻ്റെ കൃപ പോകും. അതുകൊണ്ട് വളരെ ചൈതന്യത്തോടു കൂടി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ദൈവത്തിന് നിരക്കുന്ന ദൈവിക ആത്മാവിനെ വിവേചിക്കാൻ മനസ്സിലാകുന്ന എത്ര വയസ്സായാലും പിന്നെയും കർത്താവിനെക്കുറിച്ചുള്ള അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് വേദപാഠം നിർത്തരുത്. ഞാൻ ഇത്രയും പ്രായത്തിലും വേദപാഠം നിർത്തിയിട്ടില്ല. എപ്പോഴും കർത്താവിനോട് ചോദിച്ചും ആലോചിച്ചും വചനം വായിച്ചും പഠിച്ചിട്ടുണ്ടിരിക്കുക. പഠിച്ചാലും എത്ര ജന്മം കിട്ടിയാലും തീരത്തില്ല. അത്രയും വലിയ സബ്ജക്റ്റാണ് വേദപാഠം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.